ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ 76ാമത് വാർഷിക പൊതുയോഗം നടത്തി. കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്കിന്റെ 76ാമത് വാർഷിക പൊതുയോഗം നടന്നു. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ ഹാളിലാണ് വാർഷിക പൊതുയോഗം നടന്നത്. 2024-25 വർഷത്തെ ഭരണ റിപ്പോർട്ടും കണക്കുകളും, ഓഡിറ്റ് റിപ്പോർട്ട്, സപ്ലിമെന്ററി ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്, മരണ ഫണ്ട് വരവ് ചെലവ് കണക്ക് എന്നിവ പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു. പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി അധ്യക്ഷത വഹിച്ചു. 20,000-ലേറെ എ ക്ലാസ് അംഗങ്ങളും 4,376 വരുന്ന സി ക്ലാസ് അംഗങ്ങൾ ഉൾപ്പെടുന്ന വലിയ ഒരു ബാങ്കായി മാറിയതിന് പിന്നിൽ ഒത്തിരിയേറെ ആളുകളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനമുണ്ട്. മുൻകാല സെക്രട്ടറിമാര്, ജീവനക്കാരുടെ എല്ലാം അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് 100 കോടിയിലേറെ മൂലധനമുള്ള പ്രവർത്തന ക്യാപിറ്റലുള്ള ഒരു ബാങ്കായി, സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഈ കുമ്പളങ്ങിയിലെ ഒരുപാട് നല്ല മനസ്സിലായ ആളുകളുടെ അവരുടെ ചെറുതും വലുതുമായ സമ്പാദ്യം വിശ്വാസത്തോടെ സുതാര്യതയോടുകൂടി ഇന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വൈസ് പ്രസിഡന്റ് ഉഷ പ്രദീപ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സി ചന്ദ്രൻ, ജോസഫ് ലാലു, കെ ജി പൊന്നൻ, കെ വി ആന്റണി, ജോണി കുന്നുംപുറം, ശോഭ ജോസഫ്, റോജൻ വരേക്കാട്ട്, ജോസഫ് ജെയ്സൺ, ജ്യോതി പോൾ, നോമിനേറ്റ് മെമ്പർമാരായ ഷാജി കുറുപ്പശ്ശേരി, സി ജെ ജോസഫ്, സെക്രട്ടറി മരിയ ലിജി കെ എന്നിവർ സംബന്ധിച്ചു. അങ്ങനെ തുടർ നടപടികളോളം വായ്പകളും ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഭരണസമിതി അധികാരത്തിലെത്തിയതിനു ശേഷം കുട്ടികളിൽ SP അക്കൗണ്ടുകൾ, അതായത് കുട്ടികൾക്ക് സമ്പാദ്യശീലം വളർത്തുന്നതിനും സഹകരണ ബാങ്കിനെ കുറിച്ച് കുട്ടികൾക്ക് ഒരു അവബോധം കൊടുത്ത് അവരെ പഠിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകളിലേക്കും നമ്മൾ കത്ത് കൊടുത്തിരുന്നെങ്കിലും കുമ്പളങ്ങി ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്ന് മാത്രമാണ് ആ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ഏകദേശം 42 കുട്ടികൾ അവിടെ SP അക്കൗണ്ട് ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.